ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ പതിവ് പോലെ തന്നെ ഫാനിനെയാണ് കണി കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. സേറ നല്ല ഉറക്കത്തിലാട്ടോ. അപ്പോൾ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു നമുക്ക് ഇന്നത്തെ കലാപരിപാടി തുടങ്ങാം. എന്നേക്കാൾ മുന്നേ സൂര്യനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം എന്നാൽ വേഗം എൻ്റെ കലാപരിപാടി തുടങ്ങാം. കലാപരിപാടി വേറെ ഒന്നല്ല, ഞാൻ എൻ്റെ വ്ളോഗും വീഡിയോയൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ഞാൻ രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ നേരെ പോയി ചെയ്യുന്നത് എന്താണെന്നുള്ളത്. അത് വേറൊന്നുമല്ല, എനിക്ക് സെൽഫായിട്ട് എനിക്ക് എന്നെ തന്നെ ഒന്ന് കാണണം. അതായത് എനിക്ക് മിറർ കാണണം. രാവിലെ എണീറ്റ് വന്നിട്ടുള്ള ആ കോലം എല്ലാവരും പറയും ഭയങ്കര കോലമാണ്. പക്ഷേ എനിക്ക് ഞാൻ രാവിലെ ഉറക്കം എണീറ്റ് വന്നിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ പതിവ് പോലെ തന്നെ ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന ആ ചടപ്പ് ഒന്ന് മാറ്റാനായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് കോമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്നും ചെയ്യണ ഒരു കാര്യമാണ് കേട്ടോ. പ്രഗ്നൻസി കഴിഞ്ഞാൽ എൻ്റെ നല്ല മുടി കൊഴിച്ചിലുണ്ട്. അപ്പം ഞാൻ ഇന്നും ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്ക് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. ഉറക്കത്തിൻ്റെ ആ ഒരു ഉറക്കപ്പിച്ച എന്നൊക്കെ പറയില്ലേ, അത് പോകാനായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. തലയ്ക്ക് നല്ലൊരു മസാജ് കൊടുക്കും. എന്നിട്ട് മുടി ഇങ്ങനെ ഇങ്ങനെ അമ്മക്കിട്ട് കിട്ടില്ല അതുമാതിരി കെട്ടി വയ്ക്കും. എന്നിട്ട് മുടി സ്മൂത്തൻ ചെയ്ത ഹെയർ ആയതുകൊണ്ട് അഴിഞ്ഞു പോരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഞാനൊരു ബണ്ണിട്ട് വയ്ക്കും. അപ്പോഴാണ് ഒരു വാല് ഇടയിൽ പെട്ട്, അപ്പോൾ അതും വേഗം തിരികെ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെച്ചു. അത് കഴിയുമ്പോൾ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുന്നത് ഫേസ് വാഷാണ്. ഇത് രണ്ടും ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 4 വർഷമൊക്കെ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണിത്. ഫേസ് വാഷ് ഇട്ട് കഴിക്കും. രാവിലെ എനിക്ക് ഫേസ് വാഷും മസ്റ്റാണ്. രാവിലെ ഉറക്കം എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും എനിക്ക് ഫേസ് വാഷും മോയ്സ്ചറൈസറും മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ വളരെ കുറച്ചെടുക്കുള്ളൂ. എൻ്റെ ഡ്രൈ സ്കിന്നായ കാരണം ഒരുപാട് ഫേസ് വാഷ് ഇടില്ല, കുറച്ചിടുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം സംഭവമാണ് ഈ ഡോട്ട് ഇടല്. അത് പൗഡർ ആയിക്കോട്ടെ, ഫൗണ്ടേഷൻ ആയിക്കോട്ടെ, ബ്ലഷ് ആയിക്കോട്ടെ, എന്ത് സാധനമായാലും എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ കുത്തിട്ടിട്ടേ ചെയ്യുള്ളൂ. എന്നിട്ട് നല്ലൊരു മസാജ് കൊടുക്കും. ഇത് ഞാൻ പല പല വീഡിയോസിൽ കണ്ടിട്ട് പഠിച്ചത് ഒരു മസാജാട്ടോ. എൻ്റെ ഉറക്കപ്പിച്ച ഫുൾ മാറാനായിട്ട് ഈ ഒരു തലയിലൊരു മസാജും ഒരു ഫേസ് വാഷും കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിരിക്കും. അങ്ങനെ നല്ല രീതിയിൽ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിയും. ബഞ്ചാറാസിൻ്റെ ഫേസ് വാഷാട്ടോ ഞാൻ യൂസ് ചെയ്യണം. ഞാൻ ആഫ്റ്റർ മാരേജ്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷം ഇപ്പോൾ ആവാറായിട്ടുണ്ട്, ഞാൻ ഈ ഫേസ് വാഷാണ്. എൻ്റെ ഫേസിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. എന്നെ പണ്ട് തൊട്ട് അറിയാവുന്നവർക്ക് അറിയായിരിക്കും ഫേസിൽ നല്ല രീതിയിൽ എനിക്ക് ചേഞ്ച് വന്നിട്ടുള്ളതിൽ ഒരു കാരണം എൻ്റെ ഫേസ് വാഷാണ്. പണ്ട് ഞാൻ പല പല ഫേസ് വാഷാണ് ഉപയോഗിക്കാറ്. ഇപ്പം ഞാൻ ഒരെണ്ണത്തിൽ സ്ഥിരമായി നിന്നു. അതാണ് ഈ ബഞ്ചാറസിൻ്റെ ഫേസ് വാഷ്. പിന്നെ റീസെൻ്റായിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു സംഭവമാണ് മോയ്സ്ചറൈസർ. ഞാൻ പണ്ട് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ ഈ വാസലിൻ ഗ്ലൂട്ടാഹയാണ് ഞാൻ റീസെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇതും എൻ്റെ ഫേസിൽ നല്ല വിസിബിളായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ 2 സാധനമാണ് ഞാൻ ഒരിക്കലും മിസ്സാക്കാറില്ല എന്ന് പറഞ്ഞ സംഭവം. ഇത്ര നാൾ ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ നന്നായിട്ട് ഇത് ആക്ച്വലി ഒരു ബോഡി ലോഷനാണ് കേട്ടോ. പക്ഷെ ഞാനിത് മോയ്സ്ചറൈസറായിട്ട് എൻ്റെ ഫേസിലും നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാണ്. നല്ല രീതിയിൽ മസാജ്. ഇപ്പം തന്നെ നമ്മൾ പാർലറിൽ നിന്ന് ഇറങ്ങിയൊരു ഫീൽ നമുക്ക് കിട്ടും. കാരണം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഉറക്കപ്പിച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ എന്തായാലും മസ്റ്റായിട്ടും ചെയ്യുന്ന ഒരു 2 സംഭവമാണ്. ഒന്ന് ഹെഡ് മസാജ്, 2 ഫേസ് വാഷ്, 3 മോയ്സ്ചറൈസിങ് മസാജ്. ഈ സംഭവം ഇല്ലാത്തൊരു ദിവസം എനിക്കുണ്ടായിട്ടില്ല. രാത്രി കിടക്കുമ്പോഴും രാവിലെ എണീക്കുമ്പോഴും അത് എത്ര നേരം വൈകിയാലും ഞാൻ ഈ സംഭവം ചെയ്തിട്ടേ കിടക്കുള്ളൂ. എൻ്റെ സ്കിൻ ഭയങ്കര പ്ലംപ്പായ പോലെ എനിക്ക് ഫീൽ ചെയ്യും, നല്ല സ്മൂത്തായിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എൻ്റെ ഒരു ഡ്രിങ്ക്. ഇത് ഞാൻ ഓൾമോസ്റ്റ്, അതായത് 100% പറഞ്ഞാൽ എന്തായാലും നുണയായിപ്പോവും, ഒരു എന്നെക്കൊണ്ട് പറ്റാവുന്ന ദിവസങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാറുണ്ട്. ഇതൊരു ഐസ് ക്യൂബാക്കി ഞാൻ ഫ്രീസറിൽ ട്രയലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ട് ഞാൻ കുടിക്കും. ചില സമയത്ത് എനിക്ക് തണുത്ത വെള്ളമായിരിക്കും രാവിലെ എണീക്കുമ്പോൾ കുടിക്കാൻ തോന്നുക. ചൂടുവെള്ളം കുടിക്കാൻ തോന്നിയില്ലെങ്കിൽ അപ്പോൾ ഞാൻ തണുത്ത വെള്ളമായിരിക്കും ഒഴിക്കുക. ഇന്നിപ്പം ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഈ സംഭവം ഒഴിച്ചിട്ട് ഈ ഡ്രിങ്ക് ഞാൻ കുടിക്കും. ഈ ഡ്രിങ്ക് വേറൊന്നുമല്ല, ക്യാരറ്റും ബീട്രൂട്ടും ആപ്പിളും പുഴുങ്ങിയിട്ട്, എനിക്കല്ല കേട്ടോ, സാറയ്ക്ക് വേണ്ടി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. അത് അവൾ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കില്ല. അപ്പം ഞാനത് ചിന്ത ചെയ്യും. അതങ്ങനെ തന്നെ ഞാൻ ഫ്രീസറിൽ ട്രയലാക്കി വെക്കും. എന്നിട്ട് ഞാനത് രാവിലെ എണീക്കുമ്പോൾ ഒരു ക്യൂബ് എടുത്തിട്ട് വെള്ളത്തിലിട്ട്, രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല വെള്ളം ദാഹമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയത് നല്ല ഹെൽത്തി ബെനിഫിറ്റ് ആയിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ റീസെൻ്റായിട്ടാണ് ഇത് കഴിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഞാൻ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന 4 കാര്യങ്ങൾ. ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ സാറ ബേബി ഏറ്റിട്ടുണ്ട്. അപ്പോൾ സാറയും പപ്പയും കൂടിയിട്ട് ഭയങ്കര കളിയിലാണ്. പിന്നെ സാറ ഇപ്പോൾ ഇരിക്കും, മുട്ടും, പോവും, എന്തൊക്കെയാണ് ചെയ്യാമെന്ന് അവൾക്ക് തന്നെ ഒരു പിടുത്തമില്ല. അപ്പം നിങ്ങൾ രാവിലെ എണീറ്റ് എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് ഈ പറഞ്ഞ ഐറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലൊന്നിലും പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.